ഈ മോഷണ ശ്രമത്തിനിടെ കള്ളന്മാരൊക്കെ കുടുങ്ങിപ്പോയ വാർത്തകളും അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. ഇതാ പുതിയൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട്. പുതിയൊരു ദൃശ്യം നമുക്ക് കാണാം. രാജസ്ഥാനിലാണ് സംഭവം. ആ രാജസ്ഥാനിലെ വീടിന്റെ അടുക്കളയുടെ എക്സോസ്റ്റ് ഫാനിന്റെ ദ്വാരത്തിലൂടെ കടക്കാൻ ശ്രമിച്ച ഒരാളങ്ങ് കുടുങ്ങിപ്പോയി. ആള് കള്ളനാണ്. പോലീസുകാരെത്തിയാണ് ഒടുവിൽ രക്ഷിച്ചത്. लगातार चौथी चोरी हो रही है बोरखेड़ा कोटा में। गाड़ी से आ रहे हैं चोरी। कौन चीज की पटेल हो रहे तो से आए चोर भी। और देखिए जो चोर है उसकी शक्ल देखो। आजा गोविंद आजा, शक्ल देखो इसकी। രഞ്ജിഷ രാമകൃഷ്ണനാണ് നമ്മുടെ കൂടെയുള്ളത്. രഞ്ജു, ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. ഇത്രയും ഗതികെട്ടൊരു കള്ളൻ അങ്ങനെ വേണമല്ലേ നമുക്ക് ചോദിക്കാൻ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? മര്യാദക്കൊക്കെ മോഷ്ടിക്കാൻ പോവാതെ മര്യാദക്കൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇമാതിരി പണിയൊക്കെ കിട്ടുമായിരുന്നോ? ഇത് കുടുങ്ങിയെന്ന് മാത്രമല്ല, നാട്ടുകാരൊക്കെ ആകെ മൊത്തം കാണുകയും ചെയ്യും. കുറെ സമയത്താണെങ്കിലും ഉള്ള ആരോഗ്യവും പോയി. വന്ന് രക്ഷിച്ചത് പോലീസുകാരും. ഇനി അകത്തും കിടക്കാം. ശരിയാണ് പൂജ. ആകെ മോഷ്ടിക്കാനെത്തിയ ആകെ പൊല്ലാപ്പിലായ ഒരു കള്ളൻ്റെ ഗതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ഒരു സംഭവം നടന്നത് രാജസ്ഥാനിലെ കോട്ടയിലാണ്. അടുക്കളയിലെ എക്സോസ്റ്റ് ഫാനിനായി സ്ഥാപിച്ച ദ്വാരത്തിലൂടെ അകത്ത് കയറാനായിരുന്നു ഈ കള്ളൻ്റെ ശ്രമം. എന്നാൽ ഈ ശ്രമത്തിനിടയിൽ കള്ളൻ ഈ ദ്വാരത്തിൽ കുടുങ്ങിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയാതെ കള്ളൻ 1 മണിക്കൂറോളമാണ് ഈ ഒരു ദ്വാരത്തിനുള്ളിൽ കുടുങ്ങിയത്. ഇതോടുകൂടി ഒപ്പം വന്നിരുന്ന കൂട്ടാളി രക്ഷപ്പെടുകയും ചെയ്തു, ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആളില്ലാത്ത സമയത്തായിരുന്നു ഈ കള്ളൻ വീട്ടിനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചത്. പിന്നീട് പുലർച്ചെ 1 മണിയോട് കൂടി വീട്ടുകാർ സ്ഥലത്തെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കള്ളൻ ദ്വാരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. പകുതി കള്ളൻ്റെ ശരീരം അകത്തും പകുതി പുറത്തുമായിട്ടായിരുന്നു കള്ളൻ ഇത്തരത്തിൽ കുടുങ്ങിക്കിടന്നത്. ഇതോടുകൂടി വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. നാട്ടുകാരും പോലീസും എല്ലാം എത്തി കള്ളനെ പുറത്തെടുത്തു. ഇപ്പോൾ കള്ളനെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ സമീപ പ്രദേശത്ത് നടന്ന കൊള്ളയിലെല്ലാം കള്ളന് പങ്കുണ്ടോ എന്ന കാര്യമെല്ലാം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഓടി രക്ഷപ്പെട്ട കൂട്ടാളിക്കായിട്ടുള്ള തിരച്ചിലും പോലീസ് ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും കള്ളനെ പിടികൂടാനായി എന്നുള്ളത്, ഇത്തരത്തിൽ കുടുങ്ങിയത് കൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാതെ കള്ളനെ പിടികൂടാൻ പറ്റി എന്നുള്ളത് ഏറെ ആശ്വാസകരം നൽകുന്നത് തന്നെയാണ്. ശരി, പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആൾക്കാരും ഇല്ലാത്ത ഒരു വീട്ടിൽ ഒരു സമയം നോക്കി വന്ന് കയറിയതാണ്. രാവിലെ പുലർച്ചെ ഒരു 1:30 സമയത്തോടു കൂടി വീട്ടിൽ ആൾക്കാർ എത്തി. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ കണ്ടത്. ആ സമയത്ത് അവിടെ ആൾക്കാർ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും കുറെ നേരം അങ്ങനെ കിടക്കേണ്ടി വന്നേനെ. എന്തായാലും ആളെ പിടികിട്ടിയിട്ടുണ്ട്. ഒരു കാര്യവുമില്ലായിരുന്നു. കുടുങ്ങിക്കിടന്ന അവസ്ഥയൊക്കെ നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണല്ലോ. ആളെ പൊക്കിയിട്ടുണ്ട്, നേരെ ചോദ്യം ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. പോലീസുകാർക്ക് ഒരു തരത്തിൽ അതൊരു ഗുണമായി മാറിയിട്ടുണ്ട്. ശരി രഞ്ജിഷ.